ഈ ഡൽഹി ചെങ്കോട്ട സ്ഫോടനത്തിന് ഉപയോഗിച്ച വെള്ള ഹൻഡൈ i20 കാർ സ്ഫോടനത്തിന് മുമ്പ് 11 മണിക്കൂറോളം ഈ കാർ ഡൽഹിയുടെ വിവിധ ഭാഗങ്ങളിലൂടെ സഞ്ചരിച്ചുവെന്ന് അന്വേഷണ ഏജൻസികൾ പറയുന്നു. ഡൽഹി പോലീസ്, NIA, NSG ഉൾപ്പെടെയുള്ള ഏജൻസികൾ ചേർന്ന് നടത്തിയ അന്വേഷണത്തിൽ കാറിന്റെ സഞ്ചാരപഥം CCTV ദൃശ്യങ്ങളുടെ സഹായത്തോടെ പുനഃസൃഷ്ടിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. തിരക്കേറിയ സ്ഥലങ്ങളിലൂടെ സഞ്ചരിച്ച് കാൽനട യാത്രക്കാരുടെ എണ്ണം നിരീക്ഷിച്ച് ലക്ഷ്യം തീരുമാനിക്കാൻ വേണ്ടിയായിരുന്നു ഈ സഞ്ചാരം എന്നാണ് ഇപ്പോൾ അന്വേഷണ ഏജൻസികൾ പറയുന്നത്. ഒക്ടോബർ 29 വാങ്ങിയ ഹ്യുണ്ടായി i20 വാഹനം 12 ദിവസമാണ് ഈ ക്യാമ്പസിനുള്ളിൽ ഉമർ നബി സൂക്ഷിച്ചിരുന്നത്. പിന്നീട് നവംബർ 10 പുലർച്ചെ 2 മണിക്ക് ഈ ക്യാമ്പസിൽ നിന്നാണ് വാഹനവുമായി ഉമർ നബി ഡൽഹിയിലേക്ക് പോയത്. ഞാനിപ്പോൾ നിൽക്കുന്നത് ഡൽഹി ഹരിയാന അതിർത്തിയിലെ ബാദർപൂർ ടോൾ പ്ലാസയിലാണ്. നവംബർ 10 രാവിലെ 8:03 സ്ഫോടക വസ്തുക്കൾ നിറച്ച i20 കാറുമായി ഡോക്ടർ ഉമർ നബി ഈ ടോൾ പ്ലാസയിലൂടെ കടന്നുപോയത്. ബദർപൂർ ടോൾ പ്ലാസ കടന്ന് ഡൽഹിയിലേക്ക് പ്രവേശിച്ച സ്ഫോടക വസ്തുക്കൾ നിറച്ച വാഹനം DND ഫ്ലൈ ഓവർ കടന്ന് രാവിലെ 8:45 മയൂർ വിഹാറിലെ ക്രൗൺ പ്ലാസ ഹോട്ടലിന് സമീപമെത്തി. ഈ പ്രദേശത്ത് ഏറ്റവും കൂടുതൽ ജനത്തിരക്ക് ഉണ്ടാകുന്ന സമയമാണത്. ഇവിടെ നിന്നും നേരെ ചില്ലാഗാവ് പരിസരത്തേക്ക്, പിന്നീട് വാഹനം സെൻട്രൽ ഡൽഹി ഭാഗത്തേക്ക് നീങ്ങുകയായിരുന്നു. ചെങ്കോട്ട സ്ഫോടനത്തിന് തൊട്ടുമുൻപായി ഭീകരൻ ഡോക്ടർ ഒമർ മുഹമ്മദ് ഓടിച്ചിരുന്ന ഹുണ്ടായി i20 വാഹനമെത്തിയ തന്ത്രപ്രധാനമായ മറ്റൊരു ഇടമാണ് ഡൽഹിയിലെ കൊണാട്ട് പ്ലേസ് പോലീസ് സ്റ്റേഷൻ. ഡൽഹി നഗരമധ്യത്തിലുള്ള കൊണാട്ട് പ്ലേസിൽ നിന്നും 200 മീറ്റർ മാത്രം അകലെയുള്ള ഈ പോലീസ് സ്റ്റേഷൻ പരിസരത്ത് വാഹനമെത്തിയത് ഉച്ചയ്ക്ക് 2 മണിയോടെയാണ്. ഈ പോലീസ് സ്റ്റേഷന് പരിസരത്തായി ഒരു മൾട്ടി ലെവൽ പാർക്കിംഗ് ഉണ്ട്. ഈ പാർക്കിങ്ങിൽ വാഹനം ഉപേക്ഷിച്ച് കടന്നു കളയാൻ ഇയാൾക്ക് പദ്ധതിയുണ്ടായിരുന്നോ എന്നത് അടക്കമുള്ള കാര്യങ്ങൾ ഏജൻസികൾ പരിശോധിച്ച് വരുന്നുണ്ട്. കൂടാതെ ഈ പോലീസ് സ്റ്റേഷന് തൊട്ടടുത്ത് തന്നെയാണ് ഡൽഹിയിലെ പുരാതനമായ ഹനുമാൻ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. വൈകുന്നേരങ്ങളിൽ ആയിരക്കണക്കിന് വിശ്വാസികൾ എത്തുന്ന ഒരു ഇടമാണിത്. VIP-കൾ ഉൾപ്പെടെയുള്ളവർ ഇവിടെ നിത്യസന്ദർശകരായി തന്നെ എത്താറുണ്ട്. കൂടാതെ സമീപത്തായി തന്നെ ഒരു വ്യാപാര കേന്ദ്രം സ്ഥിതി ചെയ്യുന്നുണ്ട് എന്നുള്ളതും ഈ ഒരു പ്രദേശത്തിൻ്റെ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നു. ഒമർ എത്തിയ വിവരം ലഭിച്ചതു മുതൽ തന്നെ ഈ മേഖലയിലെ സുരക്ഷ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. 11 മണിക്കൂറോളം ഡൽഹിയുടെ തന്ത്രപ്രധാന മേഖലകളിൽ ചുറ്റിക്കറങ്ങിയ സ്ഫോടക വസ്തു നിറച്ച വാഹനം വൈകിട്ട് 3:19 ഇവിടെ നിന്നും 300 മീറ്റർ പിന്നിലുള്ള പാർക്കിംഗ് ഏരിയയിലെത്തി. 3 മണിക്കൂറിലേറെ സമയമാണ് പാർക്കിങ്ങിൽ വാഹനം ഉണ്ടായിരുന്നത്. ഒമർ വാഹനത്തിന് അകത്ത് തന്നെ തുടരുകയായിരുന്നു ഈ സമയം മുഴുവൻ. വൈകിട്ട് 6:48 വാഹനം പാർക്കിങ്ങിൽ നിന്നും പുറത്തെടുത്ത് ഈ റോഡിലൂടെ മുന്നോട്ട് പോയി. മുന്നിലെത്തി യൂട്ടേൺ എടുത്ത് സിഗ്നലിൽ വാഹനം സാവധാനം മുന്നോട്ട് നീങ്ങുമ്പോൾ പൊട്ടിത്തെറിക്കുകയായിരുന്നു. സംഭവം ആക്രമണമോ അബദ്ധമോ എന്ന കാര്യത്തിൽ ഏജൻസികളുടെ അന്വേഷണം തുടരുകയാണ്. റെഡ് ഫോർട്ടിന് മുന്നിൽ നിന്നും ടീം 24 ഡൽഹി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.